അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആന്ധ്രാപ്രദേശിലെ പെനുകൊണ്ട എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനരാണ് ഹസ്രത്ത് ബാബ ഫഖറുദ്ദീൻ സുഹ്റവർദി ഹുസൈനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാൻ. ഏകദേശം 700 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ സുഹ്റവർദിയ തരീഖത്തിന്റെ ഖലീഫ കൂടിയാണ് മഹാനരായ ബാബ ഫഖറുദ്ദീൻ ഹുസൈനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് എന്ന മഹാനവറുകളുടെ ചരിത്രങ്ങൾ പല നിലക്കും പലരും പറയപ്പെടുന്നുണ്ട്. മഹാനരായ തൊബലയാലം ബാദ്ഷാ തങ്ങളുടെ അരികിൽ നിന്ന് അറാക്ക് മേടിച്ച് വന്നതാണ് തൊബലയാലം തങ്ങൾ സുഹ്റവർദിയ തരീഖത്ത് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. തൊബലയാലം തങ്ങൾ ഏകദേശം 3-4 നൂറ്റാണ്ടിന്റെ ഇടയിലുള്ള ആളാണ്. സുഹ്റവർദിയ തരീഖത്തിന്റെ ഉത്ഭവം ഉണ്ടാകുന്നതിന്റെയും മുൻപ് ജീവിച്ച് വഫാത്തായി പോയ മഹാനാണ് തൊബലയാലം റളിയല്ലാഹു അൻഹു ബാദ്ഷാ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ബാബാ ഫഖറുദ്ദീൻ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മൂപ്പര ഹയാത്ത് കാലത്ത് ജീവിച്ചിരുന്നൊരു മഹാനല്ല. മഹാനവറുകൾ വഫാത്തായിട്ട് ഏകദേശം 700 ചില്ലാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനേക്കാളും 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മഹാനാണ് തൊബലയാലം ബാദ്ഷാ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. മഹാനവറുകളുടെ സമീപമുള്ള അന്ത്യവിഷമം കൊള്ളുന്ന സുഹ്റവർദിയ തരീഖത്തിന്റെ ഒരു ഖലീഫ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് സുഹ്റവർദിയ തരീഖത്ത് മേടിച്ചതാണ് എന്നും അല്ല, മറ്റൊരു നാട്ടിൽ നിന്ന് സുഹ്റവർദിയ തരീഖത്തിന്റെ ഖിലാഫത്ത് മേടിച്ച് ഇന്ത്യയിലേക്ക് വന്നത്. ഏതായാലും മഹാനവറുകൾ ഇന്ത്യയുടെ പുറം രാജ്യത്തിൽ നിന്ന് രാജഭരണം ഉപേക്ഷിച്ച് വന്ന ഒരാളാണ് മഹാനരായ ബാബാ ഫഖറുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു. ഒരു അറാക്കിന്റെ കഷ്ണം തന്റെ ശൈഖ് അവറുകൾ കൊടുത്തു. ഈ അറാക്ക് എവിടെയാണോ മുളക്കുന്നത് അവിടെ നീ നിന്റെ പ്രബോധന ദൗത്യം തുടങ്ങിക്കോ എന്നും പറഞ്ഞ് ഏകദേശം 100 കണക്കിന് മുരീദന്മാരുമായി അദ്ദേഹത്തിന്റെ ശൈഖ് അദ്ദേഹത്തെ യാത്രയാക്കി. അങ്ങനെ പല ഭാഗത്ത് മഹാനവറുകൾ ശൈഖ് അവറുകൾ കൊടുത്ത അറാക്കുമായി ചുറ്റി സഞ്ചരിച്ചു. അവസാനം ആന്ധ്രാപ്രദേശിലെ പെനുകൊണ്ട എന്ന സ്ഥലത്ത് ഈ അറാക്ക് കുഴിച്ചിട്ടിരുന്നു. നേരം വെളുത്തപ്പോഴേക്കും ആ അറാക്കിന് മുളപൊട്ടി മുളച്ചു പൊങ്ങി. ഇന്നും മഹാനവറുകളുടെ മക്ബറയ്ക്ക് സമീപം ആ അറാക്ക് വലുതായി പടർന്ന് പന്തലിച്ച രീതിയിൽ നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. വലിയ കറാമത്തിന്റെ ഉടമയാണ്. മാത്രമല്ല എത്രയോ മഹാന്മാര് ഇവിടെ വന്ന് റിയാദ വീട്ടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഇബാദത്തിനായി കഴിച്ചുകൂട്ടി വലിയ വലിയ സ്ഥാനത്ത് വലിയ ഉയർന്ന മർത്തബ കരസ്ഥമാക്കാൻ മഹാനരായ ബാബാ ഫഖറുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ നിന്ന് മഹാനവറുകളുടെ പ്രത്യേക നെളുറും ഹിഫ്ദും കിട്ടി വലിയ ദർജയിലെത്തിയ ഒരുപാട് മഹാന്മാരെ ആ മഖ്ബറയ്ക്ക് ചുറ്റും ഉണ്ട്. അതോടൊപ്പം തന്നെ മഹാനരായ ബാബാ ഫഖറുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹയാത്ത് കാലത്തുണ്ടായിരുന്ന 100 കണക്കിന് മുരീദന്മാരുടെ ഖബറുകളും അതിൽ പ്രധാനികളുടെ ഖബറുകളും മഹാനവറുകളുടെ ഖബറിന്റെ ചുറ്റുവശത്ത് തന്നെയുണ്ട്. ആന്ധ്രാപ്രദേശിലെ പെനുകൊണ്ട എന്ന സ്ഥലത്ത് ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു മഹാനവറുകൾ എത്രയോ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ ഇബാദത്തിലായി കഴിച്ചുകൂട്ടിയിരുന്നത്. തൊബലയാലം ബാദ്ഷാ തങ്ങളുടെ സമീപം അന്ത്യവിഷമം കൊള്ളുന്ന സുഹ്റവർദിയ തരീഖത്തിന്റെ ഖലീഫയായ ആ മഹാന്റെ മുരീദാണെന്ന് പല അഭിപ്രായങ്ങളും പറയപ്പെടുന്നുണ്ട്. മഹാനവറുകളാണ് അറാക്ക് മഹാനവറുകൾക്ക് കൊടുത്തിട്ട് ആന്ധ്രാപ്രദേശിലെ പെനുകൊണ്ടയിലേക്ക് മുളച്ചു പൊന്തിയ ആ അറാക്ക് കഷ്ണം കൊടുത്തത് മഹാനവറുകളാണെന്നും അല്ല, അദ്ദേഹത്തിന്റെ മറ്റേതോ ഒരു ശൈഖന്മാരിൽ പ്രമുഖനായ ഒരു വ്യക്തി കൊടുത്ത് ഒരുപാട് മുരീദന്മാരെയും മഹാനവറുകളുടെ കൂടെ കൂട്ടി യാത്രയാക്കിയതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും വലിയ കറാമത്തിന്റെ അന്നും ഇന്നും വലിയ കറാമത്തുകൾ അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ആന്ധ്രാപ്രദേശിലെ ഏറ്റവും ജനത്തിരക്ക് സാന്ദ്രതയേറിയ മക്കാമുകളുടെ കൂട്ടത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന മക്ബറയാണ് പെനുകൊണ്ടയിലെ ബാബാ ഫഖറുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. ഒരുപാട് ഫഖീറന്മാർ ഇന്നും അവിടെ കഴിഞ്ഞുകൂടുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ
പാവപ്പെട്ട ഫക്കീറന്മാരും അനവധി ആ മക്ബറയ്ക്ക് ചുറ്റും വിശാലമായ മുസാഫർഖാനയും അവിടങ്ങളിലൊക്കെ ഒരുപാട് ഫക്കീറന്മാർ താമസിക്കുന്നതുമുണ്ട്. അതിലൊരുപാട് മഹാന്മാരായ ആളുകളും ഇന്നും താമസിച്ചു വരുന്ന ഒരു മക്ബറയാണ് മഹാനായ ഫഖറുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. മഹാനവികളെ ആശ്രയിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് മഹാന്മാരായ ആളുകൾ ഇന്നും എത്തിപ്പെടുകയും അവിടത്തേക്ക് ഒരു പറച്ചിലുണ്ട് ഫക്കീർ പട്ടം കൊടുക്കുന്ന മഖാം ഷരീഫ് എന്ന്. ഒരുപാട് ആളുകളെ വിലായത്തിന്റെ മർത്തബയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ മഹാനാണ് മഹാനരായ ബാബ ഫഖറുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു എന്നാണ് ഇന്നും പറയപ്പെടുന്നത്. ഹയാത്ത് കാലത്തും വഫാത്തിന് ശേഷവും അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ഒരുപാട് ആളുകളെ ഇന്നും വലിയ വലിയ മർത്തബയിലേക്ക് മഹാനവറുകളെ പിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇന്നും മഹാനവറുകളുടെ പരമ്പരയിൽ നിന്ന് സുഹ്റവർദിയ തരീഖത്ത് കൈമാറി വന്ന വലിയ സൂഫിയായ മഹാൻ ഷാഫി മദ്ഹബിന്റെ പണ്ഡിതന്മാരാലും ഹനഫി മദ്ഹബിന്റെ പണ്ഡിതന്മാരാലും നാട്ടിലെ പ്രമുഖരായ ആലിമീങ്ങളാലൊക്കെ സുസമ്മതനായ ഒരു സൂഫിയായ മഹാൻ ഇന്നും ഏകദേശം പൊന്നുകൊണ്ട മക്കാബിന് ഏകദേശം സമീപ പ്രദേശത്തായിട്ട് അദ്ദേഹത്തിന്റെ സ്വദേശമുണ്ട്. അദ്ദേഹമാണ് ഇന്ന് സുഹ്റവർദിയ തരീഖത്തിന്റെ തബറുക്കിന്റെ ശൈഖന്മാരിൽപ്പെട്ട സൂഫിയായ ഒരു മഹാനാണ്. വലിയ അബിദായ ഇന്നും ജീവിച്ചിരിക്കുന്ന സൂഫിയായ ദുആക്കിജാബത്തുള്ള നല്ലൊരു മഹാനാണ് ഖാജ ഹുസൈൻ റസൂലി എന്ന മഹാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖറുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ മദദ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. അവിടുത്തെ കുരുത്തപൊരുത്തം കിട്ടി വിജയിച്ച മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രെയിന് യശ്വന്തപുരം എക്സ്പ്രസിൽ സഞ്ചരിച്ചാൽ അവിടെ നിന്ന് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാൽ ബസ് മാർഗമാണ്. ട്രെയിനേക്കാൾ കൂടുതൽ ബാംഗ്ലൂരിലേക്ക് കേരളത്തിൽ നിന്ന് ബസ്സാണുള്ളത്. ബസ്സിന് ബാംഗ്ലൂർ ചെന്നാൽ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 4 മണിക്കൂറിന്റെ ദൂരമാണ് പെനുകൊണ്ട റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെനുകൊണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പെനുകൊണ്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് ഒരു 60-70 രൂപ, രാത്രി സമയത്ത് നട്ടുപാതിരാക്കാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക് 150 രൂപ അവർ പറയും. റോഡ് കുറച്ച് പ്രയാസപ്പെട്ട നല്ല റോഡ് തന്നെയാണ്, പക്ഷെ കട്ട റോഡുണ്ട്. ജനത്തിരക്കുള്ള അങ്ങാടികളിലൂടെ തന്നെ പോകുന്നത്. അപ്പോൾ പെനിക്കൊണ്ട റെയിൽവേ സ്റ്റേഷനിൽ പകലാണെങ്കിൽ 60 റുപ്യയും അതുപോലെ തന്നെ ഷെയർ ഓട്ടോയ്ക്ക് 20-10 രൂപ കൊടുത്താൽ മഖാമിലേക്ക് അവർ കൊണ്ടുപോയി ഇറക്കിത്തരും. രാത്രിയാണ് 150 രൂപ കൊടുത്താൽ റാഹത്തായി സന്തോഷത്തോടെ മഖാമിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് പെനുകൊണ്ട എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇഷ്ടംപോലെ ഒരുപാട് ട്രെയിനുകളിൽ പകൽ സമയങ്ങൾ ഒരുപാടുണ്ട്, ലോക്കൽ ട്രെയിനുകൾ ഒരുപാടുണ്ട്. അങ്ങനെ പെനുകൊണ്ട റെയിൽവേ സ്റ്റേഷന്റെ ഏകദേശം ഒരു 10-15 മിനിറ്റ് സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരപരിധിയിലാണ് മഹാനരായ ബാബ ഫഖറുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും ഒരു അല്പം 2-3 കിലോമീറ്റർ 1-2 കിലോമീറ്റർ സഞ്ചരിച്ച് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ മഹാനവറുകൾ പതിറ്റാണ്ടുകളായി ഇബാദത്ത് ചെയ്ത സ്ഥലവും മറ്റുമൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. അബിദീങ്ങളിൽ ആരിഫീങ്ങളിൽ പ്രമുഖനാണ് ഫഖറുദ്ദീൻ സുഹ്റവർദി ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന വിഷയത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. മഹാനവറുകളുടെ ശൈഖന്മാരെ പലരും പറയുമ്പോൾ തൊബലയാലം ബാദുഷാ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാറുണ്ട്. തൊബലയാലം ബാദുഷാ മഹാനവറുകളുടെ നേരിട്ടുള്ള ശൈഖ് അല്ല. കാരണം മഹാനവറുകൾ വഫാത്തായിട്ട് 700 ചില്ലാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനേക്കാളും 1.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മഹാനാണ് മഹാനാരായ തൊബലയാലം ബാദുഷാ റളിയല്ലാഹുവിന്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് രണ്ടാളുകളുടെയും കാലഘട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം നൂറ്റാണ്ടുകളുടെ റിഫറൻസ് രണ്ടാളുകളുടെയും വഫാത്തിനിടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചരിത്രം അങ്ങനെ മഹാനായ തൊബലയാലം തങ്ങളാണ് അറാക്ക് കൊടുത്ത് പറഞ്ഞയച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മഹാനവറുകളുടെ സമീപം അന്ത്യവിഷമം കൊള്ളുന്ന ഒരു സുഹ്റവർദിയ തരീഖത്തിന്റെ മറ്റൊരു ഖലീഫയായി തൊബലയാലം തങ്ങളെ സിയാറത്ത് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. മഹാനവറുകളെ തൊട്ടടുത്ത് തന്നെ സുഹ്റവർദിയ തരീഖത്തിന്റെ ഖലീഫയുണ്ട്. അദ്ദേഹം കൊടുത്തയച്ചാന്ന് പറയപ്പെടുന്നുണ്ട്. അല്ല, മഹാനവറുകൾ മറ്റൊരു രാജ്യക്കാരനാണ്, തുർക്കിക്കാരനാണ്. അവിടെ നിന്ന് ഫഖറുദ്ദീൻ റളിയല്ലാഹു അൻഹു തുർക്കിക്കാരൻ തന്നെയാണ്. അവിടെ നിന്ന് വരുമ്പോൾ
രാജസ്ഥാനൊക്കെ ഉപേക്ഷിച്ച് തൻ്റെ നാട്ടിൽ നിന്ന് ആദ്യമായി വന്നൊരാളാണ് തുബയാലും തങ്ങൾ. മഹാനവറുകളെ സന്ദർശിച്ച് ഒരുപാട് കാലം അവിടെ കഴിച്ചു കൂട്ടിയതിന് ശേഷം ഈ സുഹ്റവർദിയ തരീഖത്തിലെ മറ്റൊരു ഷേഖ് ഇദ്ദേഹത്തിനക്ക് ഖിലാഫത്ത് പട്ടം കൊടുത്ത് ആന്ധ്രാപ്രദേശിലെ പൊൻകൊണ്ടയിലേക്ക് അവിടെ പ്രബോധനത്തിന് അയച്ചതാണ് എന്നും പറയപ്പെടുന്നു. അറാക്ക് കഷ്ണം കൊടുത്ത് അറാക്ക് മുളച്ചത് പൊൻകൊണ്ടയിലാണ്. അങ്ങനെ ദൗത്യം അവിടെ തുടങ്ങിയതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും മഹാനവറുകൾ നിസ്സാരക്കാരനല്ല, ആരിഫീങ്ങളിൽ അബിദീങ്ങളിൽ പ്രമുഖനാണ് എന്ന വിഷയത്തിൽ ആർക്കും തന്നെ തർക്കമില്ലാത്ത വലിയ മഹാനാണ്. വളരെ അവിടുത്തെ മക്ബറ സന്ദർശിച്ചാൽ നമുക്ക് വളരെയേറെ റാഹത്തുണ്ട്. താമസിക്കാനും അതുപോലെ തന്നെ കുളിക്കാനും എല്ലാ സൗകര്യങ്ങളും മക്ബറയ്ക്ക് സമീപം തന്നെയുണ്ട്. ഇൻഷാ അല്ലാഹ് പോകുന്നവർക്ക് റൂട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അവിടങ്ങളൊക്കെ സന്ദർശിക്കാനും അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളെ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെയൊക്കെ മദത് പൊരുത്തം കുരുത്തം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങൾ, ഭാര്യ, മക്കൾ, എല്ലാവരുടെ ഉസ്താദുമാരെല്ലാവരിലും അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടങ്ങളിലൊക്കെ പോകും പ്രത്യേകം ദുആയിൽ എല്ലാവരും ഉൾപ്പെടുത്തണം എന്ന ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ്.